മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഖുർആനിലെ ഏത് ആയത്തിന്റെ പ്രതിഫലവും നേട്ടവുമാണ് അങ്ങേക്കും അവിടുത്തെ സമുദായത്തിനും ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്: സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ ഭാഗം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിധികളിൽ നിന്നുള്ള ഈ സൂക്തങ്ങൾ എൻ്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. ഭൗതികവും പാരത്രികവുമായ സർവ്വ നന്മകളും അതിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? മനസ്സിലായോ? ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്ത് അവസാനം വരെ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് സ്വർഗീയ നിധികളിൽ നിന്ന് 2 സൂക്തങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഇശാ നിസ്കാരത്തിന് ശേഷം അവ രണ്ടും പാരായണം ചെയ്യുന്നവന് രാത്രി നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കാൻ മതിയായതാണ്. അഥവാ ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനം വരെയുള്ള 2 ആയത്തുകളാണ് അവ. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അള്ളാഹു സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചത് അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്ന് എനിക്ക് നൽകിയ മഹത്തായ 2 സൂക്തങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. മാത്രവുമല്ല, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഉറപ്പാണ് അത് പാപമോചനം തേടാൻ, അതുപോലെ പ്രാർത്ഥനക്കും ഉപകരിക്കുന്നതാണ്. വളരെ ഷോർട്ടായ നിലക്ക് വലിയ ഇബാദത്തുകൾ ചെയ്ത കൂലി, പ്രതിഫലം കിട്ടുന്ന 2 ആയത്തുകളാണ് ഈ പറഞ്ഞത്. ഈ 2 ആയത്തുകൾ ഓതുമ്പോൾ പാരത്രിക വിജയം ലഭിക്കുന്നു, ഐഹിക വിജയവും ഇതുമൂലം ലഭിക്കുന്നു. രണ്ടും ലഭിക്കുകയാണ്. അതുപോലെ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ പലർക്കും അത് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. ലഭിച്ചാൽ തന്നെ അല്പം നിസ്കാരം ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഇശാ നിസ്കാരത്തിന് ശേഷം ആമന റസൂലു എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ആയത്ത് അവസാനം വരെ ഓതുമ്പോൾ രാത്രി നിസ്കരിച്ചവൻ്റെ പ്രതിഫലവും ആ വ്യക്തിക്ക് എഴുതുന്നതാണ് എന്ന് പറയുമ്പോൾ ഈ ആമന റസൂലു എന്ന തുടങ്ങുന്ന ആ 2 ആയത്തുകളുടെ മഹത്വം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.